കെ പ്രേമചന്ദ്രൻ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞ 7:30 കഴിയും എന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യസ്നേഹിയായ ഏറ്റവും മികച്ച പാർലമെന്റേറിയന് ഒരിക്കൽ കൂടി ഈ കൊല്ലം ലോക്സഭയിലെ വോട്ടർമാർ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ചിന്ത? ഒരു സാധ്യതയില്ല. കാരണം സഖാവ് എം മുകേഷിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൊല്ലം ജില്ലയിലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എത്ര സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തുചേരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ. കൊല്ലം നിയമസഭ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ആ വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം കൊല്ലം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നായി കൊല്ലം നിയമസഭാ മണ്ഡലം മാറിയിരിക്കുകയാണ്. 1748 കോടി. ഈ കണക്കിന്ന് കൊല്ലത്തെ ജനങ്ങൾ അഭിമാനത്തോടു കൂടി പറയുക 1748 കോടി. അതെ, 1748 കോടി രൂപയുടെ വികസനം ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തി കാണിച്ചിരിക്കുന്നു. മുകേഷ് അദ്ദേഹം ഇത്രയും വലിയ തുക എവിടെ കൊണ്ടുപോയി? അതാണ് അദ്ദേഹം കൊല്ലത്ത് പ്രസ് ക്ലബിൽ ഒരു വലിയ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ഇവിടെയുള്ള ആർക്കും അദ്ദേഹത്തിന്റെ കൂടെ വാഹനത്തിൽ കയറി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചിലവിൽ കൊണ്ടുപോയി തൊട്ട് കാണിച്ചു കൊടുക്കും അദ്ദേഹം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം, കൊല്ലം വിക്ടോറിയ ആശുപത്രിയുടെ വികസനം, കൊല്ലം ജില്ലാ ആശുപത്രിയുടെ വികസനം, ഓരോന്നും തൊട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനമാണ് ഞങ്ങൾ കൊല്ലം പാർലമെന്റിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഈ വികസനത്തിനുള്ള അംഗീകാരം സഖാവ് എം മുകേഷിന് വോട്ടായി നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നുള്ള അങ്ങേയറ്റത്തെ ശുഭാപ്തി പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ പ്രേമചന്ദ്രനോട് മുട്ടുന്ന സമയത്ത് ഡൽഹിയിൽ പോയി മുകേഷിനേക്കാൾ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രേമചന്ദ്രനല്ലേ? നിങ്ങൾ 2 മുന്നണിയും ഒന്നാണല്ലോ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ പാർലമെന്റിൽ എത്തുന്നത്. ഒരിക്കലും അല്ല. കാരണം ശ്രീ കെ പ്രേമചന്ദ്രൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഞെട്ടി നിൽക്കുകയാണ്. കാരണം കനകേലു എന്നൊരു പേര് നമുക്കറിയാലോ. എങ്ങനെയാണ് കോൺഗ്രസിന്റെ PR വർക്ക് ചെയ്യാൻ കനകേലു നിൽക്കുന്നത്, അതേപോലെ മോദിയുടെ കനകേലു ആണ് കെ പ്രേമചന്ദ്രൻ എന്ന് കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. ബൈപ്പാസിന്റെ ഉദ്ഘാടനം, രാജ്യത്ത് എത്രയോ ബൈപ്പാസുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് MP പ്രത്യേക താല്പര്യത്തിൽ വിളിച്ചുകൊണ്ടുവരുന്നത് പ്രധാനമന്ത്രിയെ.